Assalamu alaikum everyone. Hope everyone having a good day. ഞാൻ ഇന്ന് തൊട്ട് ലൈഫിനെ ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള പ്ലാനിലാണുള്ളത്. എനിക്കറിയില്ല എങ്ങനെയാവും, ഞാനിതുവരെ ചെയ്തിട്ടില്ല ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യാന്നുള്ളത്. ഞാൻ ചെറിയ രീതിയിൽ കോണ്ടൻസ് അല്ലെങ്കിൽ റീൽസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഷോർട്സ് ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബേസിക്കായിട്ട് നമ്മളെ ഡേ ടു ഡേ കാര്യങ്ങൾ, അതല്ലാണ്ട് ഞാൻ ലൈഫിനെ പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തൊട്ടിട്ട് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എൻ്റെ ലൈഫിനെ ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഭയങ്കര ഭയങ്കര ആഗ്രഹം ഇൻ ദ സെൻസ്, കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ഒരു കഴിഞ്ഞ 2 അല്ലെങ്കിൽ 3 വർഷം എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് എനിക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം മൈൻഡ് സെറ്റിൻ്റെ ഷിഫ്റ്റിലാണെങ്കിലും പിന്നെ ഫിസിക്കലാണെങ്കിലും ഇപ്പോൾ നമ്മളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ പ്രോപ്പറായിട്ട് ഇതുവരെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല. ലൈഫിൽ പല ജേണിയിൽ കൂടെ പോണ സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നല്ല അല്ലെങ്കിൽ വിന്നിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഞാൻ പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷേ ഇനിയുള്ളത് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ലൈഫിലെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ലൈഫിൽ സ്ട്രഗ്ലിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മൈൻഡ് സെറ്റുമായിട്ടുള്ള സ്ട്രഗ്ലിങ്, നമ്മളെ ഇന്നർ ബാറ്റിലുണ്ടല്ലോ, അതായത് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റണില്ല, സ്റ്റക്കായിട്ടൊരു ലൂപ്പിൽ നിൽക്കുക, അതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ സ്പേസാണ്, ഇപ്പോൾ അപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും മൊത്തത്തിൽ ആകെ കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഒന്നിനും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റുട്ടീൻസും കാര്യങ്ങളും ഇല്ല. ഉള്ള സമയങ്ങളുണ്ടായിരുന്നു, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ റുട്ടീൻസും എൻ്റെ ഡിസിപ്ലിൻസും ഒക്കെ ബിൽഡ് ചെയ്തിരുന്ന സമയങ്ങളുണ്ട്. പലപ്പോഴും ഡൗൺ ഉണ്ടാവും, പിന്നെ പലപ്പോഴും നമുക്ക് കയറി വരും. സിറ്റുവേഷൻസ് പലതായിരിക്കും ലൈഫിൽ, ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷൻസ് നമ്മൾ ത്രൈവ് ചെയ്ത് വരണം. അപ്പോൾ അതുപോലൊരു സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒന്നിനും എന്താ പറയുക, ഒരു പ്രോപ്പറായിട്ട് ഒരു റുട്ടീനില്ല, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഇല്ല. മോട്ടിവേഷൻ ഇല്ലാത്തതിൻ്റെതോ അങ്ങനെയല്ല, പ്രോപ്പറായിട്ടൊരു ഡിസിപ്ലിൻ ഇല്ല. എല്ലാത്തിനും ഒരു ലേസിനെസ് വരാം, ഒന്നും ചെയ്യാനൊരു മൈൻഡില്ല. ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാൽ തൊട്ടിട്ടെല്ലാം അടിപൊളിയാക്കണം. അപ്പോൾ ഇനിയുള്ളൊരു നെക്സ്റ്റ് 3 months പ്രോപ്പറായിട്ട് ലോക്കിൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എൻ്റെ മൈൻഡിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായിരിക്കണം എന്നുള്ള. പ്രോപ്പർ ഫുഡും കാര്യങ്ങളും, നിസ്കാരം പ്രോപ്പറാക്കണം, മിസ്സായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടിയും ഒന്ന് സ്ട്രോങ് ആക്കണം. ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ജിമ്മ് അല്ലെങ്കിൽ സോന, ഇതൊക്കെ ഒന്ന് ഇതൊക്കെ ഒന്ന് പ്രോപ്പറാക്കി കൊണ്ടുവരണം. മിസ്സിങ് ഉണ്ടായിട്ടുണ്ട്, പെർഫെക്റ്റ് അല്ല. ഞാനൊരിക്കലും പെർഫെക്റ്റായിട്ട് ഒരു സമയത്ത് ഞാൻ നിന്നിട്ടില്ല. പെർഫെക്റ്റ് ഇൻ ദ സെൻസ്, എൻ്റെ മൈൻഡിൽ ചെയ്യണമെന്നുണ്ട് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ലേസിനെസ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി, എൻ്റെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് പക്ഷെ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, റീബിൽഡിൻ്റെ ഫസ്റ്റ് സെഷൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് കൊഹോർട്ട്, അത് ഇപ്പോൾ ഏകദേശം 3rd week സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും അതിൽ ഉള്ള മെമ്പേഴ്സ് എല്ലാവരും ഹാപ്പിയാണ്. ഒരുപാട് ഫീഡ്ബാക്ക്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമ്മളെ പ്രോഗ്രാമിൽ എല്ലാം അടിപൊളിയായി പോകുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് അല്ലെങ്കിൽ അടുത്ത ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും സൂണർ. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാം കൊണ്ടും ഞാനും ഒന്ന് ബാക്കായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് അപ്ഗ്രേഡ്സ് കൊണ്ടുവരണം. അതായിരിക്കും ഇനി ഒരു നെക്സ്റ്റ് 3 months എൻ്റെ ഫോക്കസ്. ഇൻഷാല്ലാ അതെല്ലാം സെറ്റാവും. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ക്ലീൻ ചെയ്യുക, എൻ്റെ സ്പേസ് പ്രോപ്പറാക്കി എടുക്കുക. ആ ഒരു ഷിഫ്റ്റ് തന്നെ എനിക്ക് ഭയങ്കര വലിയ മോട്ടിവേഷനാണ്. പ്രോപ്പറായിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ബേസിക്കലി പറയുകയാണെങ്കിൽ എൻ്റെ സ്പേസ്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പകുതി കാര്യങ്ങളെല്ലാം എൻ്റെ ഓക്കെയാണ് ഇൻഷാല്ലാ. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ എൻ്റെ പ്ലാൻ. പിന്നെ അതുപോലെ തന്നെ വർക്കൗട്ട് എന്തായാലും ചെയ്യണം. സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ മിസ്സിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി പ്രോപ്പറാക്കണം, എല്ലാം ട്രാക്കിങ്ങിൽ കൊണ്ടുവരണം ഇൻഷാല്ലാ. അപ്പോൾ ഇതായിരിക്കും അടുത്ത 3 മാസം പ്രോപ്പറായിട്ട് ലോക്കിൻ ചെയ്യലാണ് എൻ്റെ പ്ലാൻ. ബീങ് ബിക്കമിങ് എ ബെറ്റർ വേർഷൻ ഓഫ് മൈ സെൽഫ്.
അതായിരിക്കും ഒരു നെക്സ്റ്റ് 3 months കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ഹാർഡാക്കണം. ഞാൻ എന്നെ തന്നെ ഒന്ന് പുഷ് ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് ഫുള്ള് ക്ലീൻ ചെയ്തു, എല്ലാം ക്ലീൻ ചെയ്തു. ഇനി ഇവിടെ ക്ലീൻ ചെയ്യാനൊന്നുമില്ല. ബാക്ക് ടു നോർമൽ, അല്ലെങ്കിൽ നമ്മളെ ഫുൾ റീസെറ്റ് ഇന്നത്തെ തൊട്ട് തുടങ്ങുകയാണ്. ഇനി ഷോപ്പിംഗ് ഉണ്ട്, ഗ്രോസറീസ് ഷോപ്പിംഗ് ഉണ്ട്. ഇനി ഒരു 30 മിനിറ്റ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്സ് എല്ലാം ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ എല്ലാ ഷോപ്പിങ്ങും തീർക്കണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മീറ്റ് സോ ഇമ്പോർട്ടൻറ്റ്. 1 കിലോ ചിക്കൻ, പിന്നെ 1 കിലോ ബീഫ്, 1 കിലോ ബീഫ് മീൻസ്. ഏകദേശം ഒരാഴ്ചക്കുള്ള മീറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എഗ്സ്, യോഗട്ട്, ആപ്പിൾ, സാൽമൺ, പിന്നെ പൊട്ടാറ്റോസ്, പിന്നെന്താ ഹണി, പിന്നെ പൊമഗ്രനേറ്റ്, ഓറഞ്ച്, പിന്നെ വേറെ സ്വീറ്റ് പൊട്ടാറ്റോ. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചുള്ള ചീസ്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്.
അപ്പോൾ ഏകദേശം ഒരു വീക്കിനുള്ള സാധനങ്ങൾ നമ്മൾക്ക് ആയിട്ടുണ്ട്. ഇനി പ്രോപ്പറായിട്ട് ഫുഡിനെ ഫോക്കസ് ചെയ്യണം, പ്രോപ്പറായിട്ട് കാലറീസ് പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ ഇൻടേക്കും കാര്യങ്ങളും എല്ലാതും ഒന്ന് പ്രോപ്പറാക്കണം. ഇപ്പോൾ ഏകദേശം 5:15. ഇനി ഫുഡ് കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഇനി ലഞ്ച് കഴിച്ചതിന് ശേഷം ഇന്ന് റീബിൽഡ് 30യുടെ 3rd വീക്ക് മീറ്റിംഗ് ആണ് ഇന്ന്. അപ്പം നമ്മളെല്ലാ വീക്കിലും ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇൻഷാല്ലാ ജിമ്മിന് പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ജിമ്മിന് പോകും. ഇല്ല എന്നുണ്ടെങ്കിൽ നാളത്തോടുകൂടി നമ്മളെല്ലാം പ്രോപ്പർ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇൻഷാല്ലാ. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. ഇനി ലഞ്ച് പ്രിപ്പയർ ചെയ്യട്ടെ. Can you repeat that again? Finish eating. Pray Isha. Sleep by 22:30. Tomorrow 5 a.m. Fajr. First thing. That's all. Go. So I'm almost done for today. ഇന്നത്തെ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ തേർഡ് വീക്കിലെ സെഷൻ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ 2 പേർക്ക് അതിൽ എമർജൻസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നാളേക്ക് ഞങ്ങൾ പോസ്റ്റ്പോൺ ചെയ്ത് ഞങ്ങളുടെ ഈ 3rd വീക്കിൻ്റെ സെഷൻ. അപ്പോൾ ഇൻഷാല്ലാ അത് നാളെ ഉണ്ടാവും. പിന്നെ അപ്പോൾ അത് കാരണം ഞാൻ ഇന്ന് ആ സെഷൻ എടുക്കണില്ല. അപ്പോൾ എല്ലാവരോടും സംസാരിച്ചു, എല്ലാവരും ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്യൂസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ജിമ്മിന് പോകണില്ല. എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരണ്ട, പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്നു. ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ജിമ്മിന് പോകണില്ല. നാളെ എന്തായാലും പോകണം. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ഒരു 3 months അല്ലെങ്കിൽ 90 days നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് കാര്യങ്ങളെല്ലാം വിചാരിച്ച കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി എന്നെ തന്നെ എനിക്ക് പുഷ് ചെയ്യാനും എനിക്ക് പറ്റണം ഇൻഷാല്ലാ. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻസ്. പിന്നെ വീഡിയോസ് ഇനി കൂടുതൽ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ലൈഫിലെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ലൈഫിലെ ഡോക്യുമെൻറ്റ്സ് എനിക്ക് കൂടുതൽ ചെയ്യണം. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഞാൻ പബ്ലിഷ് ചെയ്യും അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ റീബിൽഡ് 30 എന്താണെന്ന് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റീബിൽഡ് 30 എന്ന് പറയുന്നത് ഒരു ചെറിയൊരു 30 days പ്രോഗ്രാമാണ്. അതിലെ ഫസ്റ്റത്തെ കോഹോർട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏകദേശം 5 members ഉള്ളത്. ഇനി നെക്സ്റ്റ് ഈ ഒരു 30 days കഴിയുന്നതോട് കൂടിയിട്ട് സെക്കൻഡ് കോഹോർട്ട് ഞാൻ ഓപ്പൺ ആക്കും. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ കമൻറ്റ് ചെയ്യുക ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളത്. അപ്പം ഇൻഷാല്ലാ ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ഇതെന്താണ് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം ബേസിക്കലി ഒരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഇനീഷ്യൽ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ പുഷ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ബേസിക്കായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും ഒരു ഡിസിപ്ലിൻ കൂടുതൽ ലൈഫിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് റീബിൽഡ് 30 എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഇതർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോഗ്രാം വരുന്നത്. ഇതൊക്കെയാണ് അപ്പോൾ ലൈഫിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഞാൻ ഫോക്കസ് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മെമ്പേഴ്സ് അവരെ ലൈഫിൽ ബിൽഡ് ചെയ്യാനും അവരെ ലൈഫിനെ അവരുടെ ലൈഫിൽ എന്താണോ സപ്പോർട്ട് വേണ്ടത് ആ സപ്പോർട്ട് കൊടുക്കാനും ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രോഗ്രാം വരുന്നത്. ഇൻഷാല്ലാ സെക്കൻഡ് കോഴ്സ് ഓപ്പൺ ആക്കും. ഞാൻ അതിൻ്റെ പ്ലാനിങ് തുടങ്ങിയിട്ടില്ല, അത് പ്ലാൻ ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ബൈ.